കല്യാണ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇനി സദ്യയുണ്ട് ബാക്കി. വെൽക്കം ടു മൈ ചാനൽ ട്രാവലർ ടെക്സ്റ്റൈൽസ് ബൈ മൃദു. അപ്പോൾ ലീല പാലസിലെ ഒരു ബിഗ് ഫാറ്റ് വെഡ്ഡിങ്ങിൻ്റെ പാർട്ട് 3 ആണ് ഞാനിവിടെ കാണിക്കുന്നത്. ബ്രൈഡ് ഗ്രൂമിനെ വിഷ് ചെയ്യാൻ വേണ്ടി സ്റ്റേജിലേക്ക് പോകുന്ന വഴി കണ്ട ബൊക്കെയാണ് ഇതെല്ലാം. കൂടാണ്ട് ഒരു ചെറിയ താമരക്കുളം ഉണ്ട് കേട്ടോ. ഓരോ ആംബിയൻസും കണ്ട് ആസ്വദിച്ച് നിൽക്കുമായിരുന്നു. ബ്രൈഡിനും ഗ്രൂമിനും ഭയങ്കര തിരക്ക്. അവർക്ക് എന്തെല്ലാമോ റിച്വൽസ് ഉണ്ട്. അതുകൊണ്ട് ക്യൂ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഫൈനലി ഗ്രൂമിൻ്റെ അടുത്ത് എത്തി. പക്ഷേ ബ്രൈഡ് എവിടെയും ചോദിക്കുമല്ലേ, ബ്രൈഡിന് തൊട്ടപ്പുറത്ത് റിച്വൽസ് കഴിയുന്നില്ല. അവരുടേതായ കുറേ ചടങ്ങുകൾ. ഭക്ഷണം കഴിച്ച് വന്ന് കാണാം എന്ന് കരുതി. അങ്ങനെ താഴെ നിന്ന് ഞാൻ ഇങ്ങനെ സെൽഫി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ട് പുറകിൽ നമ്മുടെ പാട്ടുകാരെ കണ്ടത്, വിനയ. അങ്ങോട്ടേക്ക് ഓട്ടിപ്പോയി ഞാൻ അവരോട് കുറച്ച് നേരം സംസാരിച്ചു. അവരും മലയാളം പറയുന്നുണ്ട് കേട്ടോ, കഷ്ടപ്പെട്ടിട്ട്. ഞാൻ അങ്ങോട്ട് കുറച്ച് മലയാളം പഠിപ്പിച്ചു കൊടുത്ത് ഫോട്ടോ എടുത്ത് നേരെ സദ്യയ്ക്ക് താഴേക്ക് പോയി. താഴത്തെ ഫ്ലോറിലായിരുന്നു സദ്യ. അപ്പോൾ ഇത് ചെട്ടിനാട് സ്റ്റൈലിലുള്ള ഒരു സദ്യയായിരുന്നു. ആദ്യം തന്നെ ഇലയെല്ലാം ഇട്ട് കുറച്ച് മണ്ണിൻ്റെ ക്ലേ കറ്റോറീസ് എല്ലാം അവിടെ ഓൾറെഡി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് ബീറ്റൽ റൈസാണ്, അതായത് നമ്മുടെ വെറ്റില കൊണ്ടുള്ള റൈസ്. ഇവർക്ക് വെറ്റില കൊണ്ടുള്ള സൂപ്പ്, വെറ്റില രസം, ഇതെല്ലാം ഭയങ്കര പ്രാധാന്യമാണ് കേട്ടോ. അപ്പോൾ വെറ്റിലയാണെങ്കിൽ നല്ല ഡൈജഷനാണ്, നല്ല ഹെൽത്തിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വെറ്റില റൈസ് ഓൾറെഡി അവരവിടെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് സെർവ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ കാണുന്ന വൈറ്റ് കളറിൽ നമ്മുടെ കോക്കനട്ട്, അതായത് പൊങ്ങ് എന്ന് പറയും മലയാളത്തിൽ, ആ സാധനമാണ് ആ ഒരു ക്ലേ കറ്റോരിയിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ സെർവ് ചെയ്യുന്നത് പുലാവാണ്. പുതിയുള്ളതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, അതാണ് തിരിച്ചു കൊണ്ടുപോയത്. പിന്നെ ഹാൻഡ് ടവലുണ്ടായിരുന്നു. ഇപ്പോൾ വൺസ് യൂസ് സ്പൂണും ഫോക്കും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാണുന്ന ബ്ലാക്ക് കളറിലെ സാധനം എന്താണെന്നറിയോ, അതാണ് ബീട്രൂട്ട് ഹൽവ. ഞാനതെന്തോ കറിയാണെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഞാൻ ചോറിൻ്റെ കൂടെ ഞാൻ കൂട്ടി കഴിച്ചു നോക്കി. അപ്പോഴാണ് ഭയങ്കര സ്വീറ്റായിട്ട് തോന്നി. പിന്നെ മനസ്സിലായത് ബീട്രൂട്ട് ഹൽവയാണെന്ന്. അടിപൊളിയായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കതവരെ പിന്നീട് രണ്ടാമത് സെർവ് ചെയ്ത് തന്നിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞു. ഞാൻ അധികം ചോറൊന്നും കഴിക്കില്ല, ഒരുപാട് വിഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വയറ് നിറയും. പിന്നെ അടുത്തത് സാമ്പാർ, അറുത്തരച്ച സാമ്പാറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ. അപ്പോൾ ഇവരുടെ രീതിയിലുള്ള ഫുഡ് എന്താണെന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ കാണിക്കുന്നത്, ഇവരുടെ സെർവിങ് സ്റ്റൈലും ഇവരുടെ വിഭവങ്ങളും. അപ്പോൾ ഇപ്പം ഞാൻ ബീട്രൂട്ട് ഹൽവ കൂട്ടിയിട്ടാണ് ചോറുണ്ടത്. കറിയാണെന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷേ നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ വിളമ്പുന്നത് മഷ്റൂം മസാലയാണ്. പിന്നെ ഒരു ചെറിയ കൂട്ടുകറി പോലൊരു സാധനം ഉണ്ടായിരുന്നു. ഇവർ ഈ ഒരു കൂട്ടുകറി മഷ്റൂം മസാല വിളമ്പിയത് ഈ ഒരു കോയിൻ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. കോയിൻ പൊറോട്ടയ്ക്ക് പിന്നെ തനിയെ ഒരു കറിയും കൂടെ അവർ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു കുറുമയായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം വിളമ്പി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ തിരുപ്പതിയിലൊക്കെ വിളമ്പുന്ന മാതിരിയല്ലേ, തൈര് വട. തൈര് വട അടിപൊളിയായിരുന്നു. ഇത് ഇവരുടെ ആയിരുന്നു, ലീല പാലസിൻ്റെ വകയായിരുന്നു തൈര് വട. അത് ഓസം തന്നെ പറയാതിരിക്കാൻ വയ്യ. ബാക്കിയെല്ലാം നല്ല കേറ്ററിംഗ് ആയിരുന്നു. ചോറിൻ്റെ കൂടെ എനിക്ക് പരിപ്പുവട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെന്താണെന്ന് ഞാൻ വിചാരിച്ചു, നമ്മൾ ദിലീപിൻ്റെ മൂവിയിൽ കണ്ട പോലെ ലൈം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചതാണോ എന്നൊരു ഡൗട്ട് വന്നിട്ടുണ്ടാകാം. പക്ഷേ അല്ല, അത് ഫിംഗർ ബൗളായിരുന്നു. ഇത് മസ്ക് മെലൺ പായസം, പക്ഷെ പച്ച വെള്ളം പോലെ ഉണ്ടായിരുന്നു. മധുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മസ്ക് മെലൻ്റെ ഒരു ഫ്ലേവറും ഉണ്ടായിരുന്നു, കൂടാതെ ഒരു വാട്ടർ ബോട്ടിൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു സദ്യ. ശേഷം ഫോട്ടോ ബൂത്തൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു വരുന്ന വഴി റിട്ടേൺ ഗിഫ്റ്റ് എന്താണെന്ന് തുറന്ന് നോക്കുമായിരുന്നു. അപ്പോൾ ഈ കാണുന്നത് ഒരു ചോക്ലേറ്റ് ബാറാണ്, കൂടാതെ വെറ്റില, കോക്കനട്ട് ആസ് യൂഷ്വൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ. ഇന്നത്തോടുകൂടി കല്യാണം, അതായത് ഈ ബിഗ് ഫാറ്റ് വെഡ്ഡിങ് തീരുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി ആശീർവാദത്തോടു കൂടി മടങ്ങുന്നു.